ഈ പെൺകുട്ടികൾക്ക് ഇന്ന് ആരെ വേണമെങ്കിലും അവനെന്നും ഇവനെന്നും അല്ലെങ്കിൽ അച്ഛന്റെ പ്രായമുള്ളവനെ പോടാ ഡാഷ് എന്നൊക്കെ വിളിക്കാനുള്ള ഒരു ലൈസൻസ് ആരൊക്കെയോ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ അവരുടെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമസ്കാരം, ന്യൂസ് ഇന്ത്യ സമാചാറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ന്യൂസ് ഇന്ത്യ സമാചാർ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. വിഷയം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമേ. ഒരു യുവതിയുടെ കള്ളപ്രവചനം കാരണം, അല്ലെങ്കിൽ കള്ളപ്രചരണം കാരണം, പ്രവചനം എന്നുകൂടി ഞാൻ ചേർക്കാൻ മറ്റൊരു കാരണമുണ്ട് കേട്ടോ. മുൻകൂറായിട്ട് ഇതൊക്കെ വിധിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ സ്ത്രീകൾ വച്ചു പുലർത്തുന്നു. അപ്പൊ ഒരർത്ഥത്തിൽ അത് പ്രവചനമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കള്ളപ്രചരണം കാരണം നിസ്സഹായനായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുക. കേരള സമൂഹത്തിന്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾക്ക്, അതുമല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു കൂട്ടം സംഘടനകൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആരും തന്നെ ഇതിനെക്കുറിച്ചൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രത്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമെന്നോ, ഞങ്ങൾ ഇതിനായി തെരുവിലിറങ്ങുമെന്നോ, ഞങ്ങൾ ഇതിനായി മുദ്രാവാക്യം വിളിക്കുമെന്നോ, ഞങ്ങൾ ഇതിനായിട്ട് ജനാധിപത്യത്തിന്റെ മൂർധ ഭാവങ്ങളെ മുഴുവൻ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുമെന്നോ ഒന്നും ആരും ഇവിടെ പറഞ്ഞതായിട്ടൊന്നും ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ആ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും, മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ വലിയൊരു തമാശ എന്ന് പറയുന്നത്, പെട്ടെന്നുണ്ടായ ഒരു മോശമായ പ്രതികരണത്തിന് പെൺകുട്ടി വീഡിയോ എടുക്കുന്നത് ക്യാമറയിലെ എല്ലാ ഫിൽറ്ററും ഇട്ടിട്ടാണ് എടുക്കുന്നത്. കാരണം എന്നെ ആരെങ്കിലും ഒക്കെ പീഡിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒക്കെ തൊടുന്നതിലോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ സുന്ദരിയായിരിക്കണം, കംപ്ലീറ്റ് ഫിൽറ്ററും എന്റെ മുഖത്ത് തന്നെ പതിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വൃത്തികെട്ട മനോഭാവത്തിന് വേണ്ടി, അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിച്ച് കാണിച്ച ഒരു വീഡിയോ. അല്ലാതെ അവളെ ആരും അവിടെ കയറി പിടിക്കാനും പോകുന്നില്ല, അവളെ ഒന്നിനും യാതൊരു തരത്തിലും ഉപദ്രവിക്കാനും പോകുന്നില്ല. ഇനി അവളെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുകൂടി ഞാൻ മുൻകൂറായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടികൾക്ക് ഇന്ന് ആരെ വേണമെങ്കിലും അവനെന്നും ഇവനെന്നും അല്ലെങ്കിൽ അച്ഛന്റെ പ്രായമുള്ളവനെ പോടാ ഡാഷ് എന്നൊക്കെ വിളിക്കാനുള്ള ഒരു ലൈസൻസ് ആരൊക്കെയോ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ അവരുടെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും മോശമല്ല. പുരുഷന്മാരിൽ നല്ലവരുമുണ്ട്, ചീത്ത മനോഭാവം ഉള്ളവരും ഉണ്ടാകും. സ്ത്രീകളിലും അതുപോലെ തന്നെയാണ്. നല്ല മനോഭാവം ഉള്ളവരും ഉണ്ടാകും, ചീത്ത മനോഭാവം ഉള്ളവരും ഉണ്ടാകും. പക്ഷേ ഇതിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് മനസ്സിലാക്കാതെ ലേഡി മാക്ബത്തിനെ പോലെ, ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന വളരെ വിശ്വവിഖ്യാതമായ ഒരു കൃതിയിലെ വില്ലത്തെയാണ് ലേഡി മാക്ബത്ത് എന്ന് പറയുന്നത്. സ്വന്തം ഭർത്താവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ. അതുപോലെ എല്ലാവരും ലേഡി മാക്ബത്ത് ആവരുത്. നിങ്ങൾ ശരിയാണോ തെറ്റാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശരി നിഗമനങ്ങൾ ഉണ്ടോ എന്നുകൂടി നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒറ്റ വാക്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ഭരണകൂടത്തിനെ തലയിലേറ്റി, ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളൊക്കെ നിങ്ങളെ തലയിലേറ്റി വയ്ക്കും എന്നുള്ളതിന്റെ പേരിൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് നാഴികയ്ക്ക് 40 വട്ടം മറ്റുള്ളവരെ, ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളെയും ഈ പറഞ്ഞ സംഘടനകളെയൊക്കെ പുകഴ്ത്തുമ്പോൾ നിങ്ങളെയൊക്കെ എടുത്ത് തലയിൽ എല്ലാ കാലത്തും വയ്ക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇത്രയും നാളുകൾ, ഇത്രയും ദിവസങ്ങൾ, ഇത്രയും നാഴികകൾ, ഇത്രയും വിനായികകൾ കഴിഞ്ഞു പോയിട്ട് പോലും എന്തുകൊണ്ട് ആരും തന്നെ ആ മനുഷ്യന്റെ നീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചില്ല? എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ മാത്രമാണ് DGPക്ക് പരാതി കൊടുത്തത്, ഈ പെൺകുട്ടിക്ക് എതിരായിട്ട് കേസ് ഫയല് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റാരും തന്നെ ഒരു പരാതി കൊടുത്തായിട്ടൊന്നും എന്റെ അറിവിൽ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ വീഡിയോയ്ക്ക് താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ കള്ളക്കേസ് ഉണ്ടാക്കിയ പെൺകുട്ടി, അയാൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, വാർഡ് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും അടുത്ത് നമുക്ക് കിട്ടുന്നത്. ഈ പെൺകുട്ടി അരീക്കോട് ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ വെള്ളേരി വെസ്റ്റ് ഭാഗത്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. ഷിംജിത മുസ്തഫ എന്നാണ് ഈ കുട്ടിയുടെ പേര് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏണിയാണ് അടയാളം. ഏണി അടയാളം എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ഇലക്ഷൻ ചിഹ്നമാണ് ഈ ഏണി എന്ന് പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഇയാൾ ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വാർഡിലെ ആണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കുകയായിരിക്കും. കാരണം
അത്യാവശ്യ കാര്യത്തിന് ഒരു വാർഡ് മെമ്പറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിക്ക് രാത്രി 6 മണിക്ക് ശേഷം അവരുടെ വീടിന്റെ ഗേറ്റിന്റെ മുൻപിൽ ചെന്ന് നിന്ന് മെമ്പറെ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ കൗൺസിലറെ എന്ന് വിളിച്ചാൽ, ആരാടാ അപ്പുറത്തെന്ന് പറഞ്ഞ് കല്ല് പറക്കി എറിയാൻ വേണ്ടിയിട്ട് അതിനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് മെമ്പറിന്റെ വീട് അതിക്രമിച്ച് കയറിയെന്ന് കള്ളക്കഥ ഉണ്ടാക്കി അതിന്റെ പേരിൽ കൂടുതൽ പ്രശസ്തി ആർജിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ കളികൾ മാത്രമേ ഈ ജനപ്രതിനിധിയായിട്ട് മത്സരിച്ച, ജനപ്രതിനിധിക്ക് വേണ്ടി മത്സരിച്ച, ജനപ്രതിനിധിയാകാൻ വേണ്ടി മത്സരിച്ച ഈ സ്ത്രീയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഒരാണിന്റെ മരണം അത്ര വലിയ നിസ്സാരമായ കാര്യമൊന്നുമല്ല. ചരിത്രത്തിൽ ഓരോ രാജാക്കന്മാരുടെയും വീരപുരുഷന്മാരുടെയൊക്കെ മരണം അങ്ങേയറ്റം കുത്തിക്കുറിച്ച് എസ്സേ എഴുതിയിട്ടുണ്ടല്ലോ ഹിസ്റ്ററിയിൽ. നിങ്ങൾ എല്ലാവരും പുരുഷനെന്നോ പെണ്ണെന്നോ പോലും നോക്കാതെ വിദ്യാർത്ഥികളെന്ന ഒറ്റ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പഠിച്ചെഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ആണെന്നും പെണ്ണെന്നും ഒന്നും ചിന്തിക്കാതെ മനുഷ്യനെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ, അവന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിന് വേണ്ടി, അവന്റെ ദുഃഖത്തിന് വേണ്ടി, അവന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ യാതൊരു തരത്തിലുമുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അങ്ങനെ പ്രയത്നിക്കലിൽ എന്താണ് ബുദ്ധിമുട്ട്? ഡപ്പിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മി അറക്കൽ പോലുള്ളവരൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കലിന്റെ പോസ്റ്റ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഇനി ആ പെൺകുട്ടിയെ എല്ലാവരും കൂടെ ചേർന്ന് സൈബർ ആക്രമണം നടത്തരുത്. പിന്നെ എവിടെ നടത്തിയതിന്റെ പേരെന്താണ്? ഇവിടെ നടത്തിയതിന്റെ പേരെന്താണ്? സൈബർ ആക്രമണം എന്നല്ലേ? അതുമല്ലേ പോട്ടെ. ഇനി സൈബർ ആക്രമണം അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായ ഒരു പുരുഷനെ, ആ പുരുഷനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഒരു കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും ഫേസ്ബുക്കിന്റെ അകത്ത് കയറിയിരുന്ന് മഷി ഉണങ്ങാത്ത പേനയെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എഴുതി കുട്ടിക്ക് വയ്ക്കുന്നതിന്റെ എന്തർത്ഥമാണ് ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവർ കീപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നഷ്ടപ്പെട്ടത് അയാളുടെ കുടുംബത്തിന് മാത്രമാണ്. സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജീവൻ പൊലിയിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു നിലപാടല്ല. അത് ഈ രാജ്യത്തിന് ചേർന്ന നിലപാടല്ല. അത് ഈ നാടിന് ചേർന്ന, ഈ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും ഞങ്ങൾ പലപ്പോഴും പലരുമൊക്കെ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഷ്ടാഗുകൾ ഇട്ട് കളിക്കുന്ന നിന്നെ പോലുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ നിന്റെയൊക്കെ കണ്ണുകൾക്ക്, നിന്റെയൊക്കെ ഹൃദയത്തിന് ഇപ്പോഴെന്താ ഈ മനുഷ്യനിലേക്ക് പടരാൻ ശ്രമിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഈ മനുഷ്യനിലേക്ക് പടരാൻ വേണ്ടിയിട്ട് ഇപ്പോഴെന്താ നിങ്ങൾ ശ്രമിക്കാത്ത? അങ്ങനെ ഒരു ശ്രമം നിങ്ങൾ നടത്തൂ. നടത്തിയതിനു ശേഷം ഈ പാവപ്പെട്ടവന്റെ ഹൃദയത്തെയും ഈ പാവപ്പെട്ടവന്റെ ദുഃഖത്തെയും ഒക്കെ മനസ്സിലാക്കി അവന്റെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കാൻ ആദ്യം പഠിക്കുക. അങ്ങനെ പഠിച്ചതിനു ശേഷം പോരെ ഈ നാട്ടിലെ പ്രതികരണശേഷിയുള്ള യുവത്വത്തിനെതിരെ, ഈ നാട്ടിലെ പ്രതികരണശേഷിയുള്ള സ്ത്രീത്വത്തിനെതിരെ, ഈ നാട്ടിലെ പ്രതികരണശേഷിയുള്ള പുരുഷന്മാർക്കെതിരെ നീയൊക്കെ വെറുതെ ഫേസ്ബുക്കിൽ കുറിച്ചിടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇവിടെയാണ് മെൻസ് കമ്മീഷൻ പോലുള്ള, പുരുഷ കമ്മീഷൻ പോലുള്ളതിന്റെയൊക്കെ പ്രാധാന്യം വരുന്നത്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ട്. എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരിക്കലും അല്ല. ചില സ്ത്രീകൾക്ക് ഫെമിനിസ്റ്റുകളെന്ന് സ്വയം നടിക്കുന്ന, എന്നാൽ എന്താണ് ഫെമിനിസത്തിന്റെ ABCD എന്ന് പോലും അറിഞ്ഞുകൂടാത്ത, ഫെമിനിസവും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ എണ്ണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തൊണ്ട കീറി അലയ്ക്കുന്നതിന്റെ പേരല്ല യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനൊരു മഹത്തായ ചരിത്രമുണ്ട്. ഝാൻസി റാണിയെ പോലുള്ള, അതുമല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുൻപ് വേദകാലഘട്ടങ്ങളിൽ ഗാർഗിയെ പോലുള്ള സന്യാസിനിമാർ, വേദം രചിച്ചത് പുരുഷന്മാരായിട്ടുള്ള ഋഷിവര്യന്മാർ മാത്രമല്ല, ഗാർഗി അടക്കമുള്ള എത്രയോ വിശാല ബൗദ്ധിക ശേഷിയുള്ള സന്യാസി വര്യന്മാരെ പോലെ സന്യാസിനിമാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സന്യാസിനിമാരൊക്കെ എഴുതിയ ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളൊക്കെ വായും തുറന്നിരിക്കും. അറിയത്തില്ല, പഠിക്കില്ല. ഫെമിനിസം എന്ന് വെച്ചാൽ എന്താ? ആണെന്തോ പറയുന്നു, അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് 4, 3, 7 എണ്ണം നൈറ്റിയുടെ ഏതെങ്കിലും തുമ്പ് പൊക്കി ഇവിടെ ഇങ്ങനെ വെച്ചോണ്ട് ചൂലും എടുത്തിറങ്ങുന്നതാണ് ഫെമിനിസം എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ആദർശങ്ങൾ കൊണ്ടും ആത്മാവ് കൊണ്ടും ഈ രാജ്യത്തിനെ നിലനിർത്തിയ ഒരു വലിയ ഫെമിനിസ്റ്റ് തലമുറയുടെ പിന്മുറക്കാരായിട്ട് ജനിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ ആവശ്യമില്ലാത്ത വൃത്തികേടുത്തരങ്ങൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട്, പ്രശസ്തി ആർജിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലായ്മ ചെയ്ത് പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം കുത്തിയിരുന്ന് ആലോചിക്കണം. ഞാൻ ഇനിയും പറയും, കുത്തിയിരുന്ന് ആലോചിക്കണം. കുത്തിയിരുന്ന് ആലോചിച്ചാലേ നിനക്കൊക്കെ അത് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ മനസ്സിലാകത്തില്ല. നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിനാണ്, നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്, നഷ്ടപ്പെട്ടത് ഒരു വ്യക്തിയുടെ മനോഭാവവും ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ അഭിമാനവുമാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരു മനുഷ്യനും ഒരു ആണിനും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം, നന്മ ചെയ്യുന്ന ഒരു പുരുഷനും ഇല്ലായ്മ, തെറ്റുകൾ ചെയ്യുന്നവനുണ്ടാകട്ടെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പുരുഷന്റെ മരണത്തിന് കാരണക്കാരായി നിങ്ങളൊക്കെ മാറുമ്പോൾ
വൈദിക കാലഘട്ടത്തിൽ ഭദ്രകാളി എന്ന് നമ്മൾ പറയുമ്പോൾ കാളിയെ ദേവീ സങ്കല്പമായിട്ട് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെയൊന്നും ഭദ്രകാളി എന്ന് വിളിക്കാൻ പോലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഒരു പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഏതൊക്കെയോ മൂദേവിമാരായിട്ട് വീണ്ടും 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 അഭിനവമായി പുനർജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളം മാത്രമാണ് ഈ തിളപ്പെന്ന് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഞാൻ. അത് വീണ്ടും അവസാനവും സൂചിപ്പിക്കുന്നു. ഈ ന്യൂസ് ഇന്ത്യ സമാചാർ എന്ന് പറയുന്ന ചാനൽ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ വിമർശിച്ചതല്ല. ന്യൂസ് ഇന്ത്യ സമാചാർ എന്ന് പറയുന്ന ചാനൽ ഒരൊറ്റ സൈഡിൽ നിന്ന് മാത്രം സംസാരിച്ചതുമല്ല. പുരുഷ കമ്മീഷൻ വേണമെന്ന് ഉറപ്പിച്ച് പല വിഭാഗങ്ങളും ഇറങ്ങിത്തിരിച്ച് സംസാരിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെയാണ് കുറെ ചാടിയത്. എന്താണ് വേണ്ട എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം ഇതായിരുന്നോ? ഇനി പുരുഷന്മാരെ നിങ്ങൾക്ക് കൊല്ലുവാനായിരുന്നു? ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റ് ചെയ്തവരെയൊക്കെ പോയി കൊല്ല്. അത്രയ്ക്ക് ഒളിപ്പോരുകളൊക്കെ നടത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോവിന്ദജാമ്യം ഇത് ചാടിയല്ലോ, മതില് ചാടിയല്ലോ. എന്താ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളൊക്കെ കൂടെ ചേർന്ന് ഒരു ഒളിപ്പോര് നടത്തിയിട്ട് അല്ലെങ്കിൽ ബൊളീവിയൻ യുദ്ധമുറകളൊക്കെ മനസ്സിലാക്കി എന്ന് കുറെ വാഗ്ധോരണികൾ ഉത്ഭവിക്കുന്നതിന് നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഒരു കല്ലെങ്കിലും എടുത്ത് അറിയാമായിരുന്നല്ലോ ഗോവിന്ദജാമ്യയുടെ നേർക്ക്? എന്താ പറ്റാത്ത? അപ്പൊ അതൊക്കെ ആദ്യം ചെയ്യൂ. ചെയ്തതിനു ശേഷം സാധാരണക്കാരനായിട്ടുള്ള പുരുഷന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ കയറാൻ വന്നാൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ഈ തെറ്റുകൾ കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഇന്ത്യ സമാചാറിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നതിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം.